അധികം താമസിക്കാതൊക്കെ തന്നെ നിന്റെ അണ്ടർവെയറിന്റെ ഉള്ളിൽ വരെ ക്യാമറ വെക്കാൻ പറയും നമ്മുടെ ജി കമ്പനി. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഓരോ ദിവസങ്ങളിലെ പുതിയ പുതിയ നിയമങ്ങളും പുതിയ പുതിയ അവസ്ഥകളും. It is snooping app, so you know what it is then. But you said snooping app, so it is a snooping app. I mean, clearly, it's ridiculous. Now, where else do they want to, I mean, citizens have their right to privacy. Even all of you must be having a right to privacy to send your own messages to family, friends without the government looking at everything. ഇപ്പം ഈ സഞ്ചാർ സാത്തി ആപ്പിനെ പറ്റി നിങ്ങളെല്ലാവരും ന്യൂസ് കണ്ടു അല്ലേ? രാവിലൊക്കെ ന്യൂസ് ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിച്ചു, അല്ലെങ്കിൽ ഇതാ തീർന്നു മക്കളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്ന് കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന നിർബന്ധമില്ല, വേണ്ടേ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാട്ടോ എന്നൊരു വർത്താനം പറഞ്ഞു. അപ്പം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലോട്ട് നമുക്ക് വരാം. സഞ്ചാർ സാത്തി ആപ്പ് എന്താ നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. അതായത് ഗവൺമെൻറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെയൊക്കെ ഫോണിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവിടെ ഫീഡ് അല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾഡ് ആയിരിക്കും. പുതിയ ഫോണിൽ അത് നിർബന്ധമായിട്ടും ഇൻസ്റ്റാൾഡ് ആയിരിക്കും. അതുപോലെ പഴയ ഫോണുകളിലൊക്കെ പുതിയ അപ്ഡേഷനിലൂടെ കമ്പനികളോട് ഈ ഫോണുകളിലോട്ടൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. ഇനി എന്തിനാണ് ഈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആപ്ലിക്കേഷന് നിങ്ങളുടെ ഫോണിൽ നടക്കുന്ന സൈബർ ഫ്രോഡുകളും അതുപോലെ തന്നെ ഫോൺ മിസ്സായി പോയ ലൊക്കേറ്റ് ചെയ്യാനും മറ്റ് ചാരപ്രവർത്തികളൊക്കെ നിങ്ങളുടെ ഫോൺ ത്രൂ ചെയ്യുന്നുണ്ടെങ്കിൽ, മറ്റ് കൺട്രിയൊക്കെ നമ്മൾ ഈ ചാരന്മാർ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? നമ്മുടെ അജിത് ഡോവൽ പറഞ്ഞ പോലെ മുസ്ലിങ്ങളെക്കാൾ തോനെ മറ്റ് മതക്കാർ നമ്മുടെ നാട്ടിലെ ചാരപ്രവർത്തകരായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ചാരപ്രവർത്തി നടത്തുന്ന ആൾക്കാരെ പിടിക്കാനെന്നൊക്കെ പറഞ്ഞത്. അപ്പം ഇത്തരത്തിലുള്ള പറച്ചിലിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതൊന്നും അറിയാണ്ട് നമ്മളെ നാട്ടിൽ ഏകദേശം ഒരു 99.999% ആൾക്കാരും ഇതിലൊന്നും പെടാണ്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ. 0.0001% വരുന്ന കുറച്ച് തീവ്രവാദികളാണ് നമ്മുടെ നാട്ടിൽ. അത് മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ഈ പറഞ്ഞ പ്രവർത്തികളൊക്കെ ചെയ്ത് ജീവിക്കുന്നത്. അപ്പം ഇവരൊക്കെ പേടിച്ചിട്ടും മറ്റ് സൈബർ സ്കാമുകൾ പേടിച്ചിട്ടും ഞാൻ എൻ്റെ ഫോണിൽ, അതായത് ഗവൺമെൻറ്റിന് കംപ്ലീറ്റ് ആക്സസ് കൊടുക്കുകയാണ്. അത് നിന്നാലും ഇരുന്നാലും നടന്നാലുമുള്ള ആക്സസ് ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ഒരു പരിപാടി. അതായത് നിന്റെ ഫോണിലോട്ട് നീ വിളിക്കുന്ന കോളുകളും കംപ്ലീറ്റ്ലി ടാപ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ നീ അയക്കുന്ന ഓരോ മെസ്സേജുകളും, നിനക്ക് വരുന്ന ഓരോ മെസ്സേജുകളും ഗവൺമെൻറ്റിന് വായിക്കാൻ പറ്റും. അത് നീ എന്ത് മെസ്സേജ് ആണെങ്കിലും കേട്ടില്ല, നീ നിന്റെ കാമുകിക്ക് അയച്ച മെസ്സേജ് ആണെങ്കിലും വേണ്ടില്ല, നിന്റെ ഭാര്യയ്ക്ക് അയച്ചതാണെങ്കിലും, നിന്റെ അച്ഛൻ അയച്ചാലും അമ്മക്ക് അയച്ചാണെങ്കിലും, നിന്റെ അമ്മമ്മക്ക് അയച്ചതാണെങ്കിലും വേണ്ടില്ല, ഏത് തരത്തിലുള്ള മെസ്സേജുകളും ഗവൺമെൻറ്റിന് ഇരുന്ന് വായിക്കാൻ പറ്റും. നീ അയക്കുന്ന ഫോട്ടോസും നിനക്ക് വരുന്ന ഫോട്ടോസും കംപ്ലീറ്റ് നിന്റെ ഗാലറിയിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഗവൺമെൻറ്റിന് കാണാൻ പറ്റും. നീ എന്തൊക്കെ സെർച്ച് ഹിസ്റ്ററി ചെയ്തിട്ടുണ്ടോ അത് കംപ്ലീറ്റ് ഗവൺമെൻറ്റിന് ഇരുന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, അതെന്താ ഗവൺമെൻറ് കണ്ടോട്ടെ? അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ കുഴപ്പമില്ല. പക്ഷേ എന്തുകൊണ്ട് ഗവൺമെൻറ് കാണണ്ട എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. നമുക്കൊക്കെ ഒരു എന്താ പറയുക, ഇന്ത്യയിൽ കുറേ നിയമങ്ങളും അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ ഇന്ത്യ. അതല്ലാണ്ട് ഇന്ത്യ ഉത്തര കൊറിയയും ഈ പറഞ്ഞ പോലെ മറ്റ് രാജ്യങ്ങളൊന്നും അല്ലാത്തത് കൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ പ്രൈവസികളും കാര്യങ്ങളും ഉണ്ട്. കുറേ ആൾക്കാർ എൻ്റെ വീഡിയോയുടെ അല്ലെങ്കിൽ എൻ്റെ ഇത്തരത്തിലുള്ള വീഡിയോസിൻ്റെ ഒക്കെ താഴത്ത് വന്ന് മെസ്സേജ് ഇടുന്നുണ്ട്. എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? ഗവൺമെൻറ് ആക്സസ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? നിങ്ങൾ മറ്റ് ചില ആപ്ലിക്കേഷൻസ്, നമ്മളിപ്പോൾ ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പെർമിഷൻ കൊടുക്കുന്നില്ലേ എന്നൊക്കെ ചോദ്യങ്ങളുണ്ട്. അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് കൊടുക്കുന്നത്. ഞാനൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പം എനിക്ക് വേണമെങ്കിലാണ് ആപ്ലിക്കേഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഞാൻ ഈ പെർമിഷൻസ് കൊടുക്കുന്നത്. അതല്ലാണ്ട് നിർബന്ധമായിട്ടൊരു ഗവൺമെൻറ് ഇത് ചെയ്തേ പറ്റൂ, നിൻ്റെ ഫോണിൽ ഇത് വേണം, ഞങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ പെർമിഷൻസ് ഒക്കെ വേണം എന്ന് പറയുന്നതും ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് പെർമിഷൻ കൊടുക്കുന്നതും രണ്ടും രണ്ടാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം. അതിനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള മറുപടി അതാണ്. അത് എൻ്റെ ചോയ്സാണ്, ഞാനത് ചെയ്യണോ വേണ്ടതെന്നതും. പക്ഷെ ഗവൺമെൻറ് നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ പൗരാവകാശവും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ സ്വകാര്യത, നിങ്ങളുടെ പ്രൈവസിയും ഒക്കെ കടന്നു കയറിയിട്ട് അത് നിങ്ങൾ ചെയ്തിരിക്കണം, നിങ്ങൾ ചെയ്തേ പറ്റൂ എന്ന് പറയുന്നത്, അത് നമ്മൾ പറയുന്ന ഏകാധിപത്യവും സ്വേച്ഛാധിപത്യവും ഒക്കെയാണ് അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. ഇത് മനസ്സിലാവാത്ത ആൾക്കാരൊന്നുമല്ല നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ. അപ്പം രാവിലെ ഇറങ്ങിയിട്ടുള്ള ഈ വാർത്തയുടെ ഡീറ്റെയിൽസും അതിൽ കുറേ പോയിന്റ്സുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നായിരുന്നു രാവിലത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നത്. ഈ നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയത് നവംബർ 28-നാണ് ഈ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിൻ്റെ DOT ഈ നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ, അതായത് ഈ നോട്ടിഫിക്കേഷൻ പോയിന്റിലെ ബി ഉപഖണ്ഡം ഉണ്ട്. അതായത് ഈ ബി ഉപഖണ്ഡത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാനോ റെസ്ട്രിക്റ്റ് ചെയ്യാനോ കഴിയില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. ഇത് രാവിലെ നമ്മൾ കണ്ടതാണ്. രാവിലെ ഇത് കണ്ട് നമ്മുടെ
ഇപ്പം പാർലമെന്റ് സെഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ പ്രിയങ്ക ഗാന്ധിനെ പോലെയുള്ള മറ്റ് കുറേ ആളുകൾ, പ്രതിപക്ഷത്തുള്ള പല ആളുകളും ഇതിനെതിരെ ചോദ്യങ്ങൾ ചെയ്തു. ഒരു തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസും ഇല്ലാണ്ട്, അതല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ചർച്ചയും ചെയ്യാണ്ട് കംപ്ലീറ്റ് ആളുകളുടെ പ്രൈവസിയിലോട്ട് എങ്ങനെ നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും? ഇത് ജനാധിപത്യ രാജ്യമല്ലേ? ഇവിടെ ഒരു ഗവൺമെന്റ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനൊരു അടിസ്ഥാനം വേണ്ടേ എന്ന് ചോദിച്ച് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടെലികോം മന്ത്രി വന്ന് പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെ ആപ്പിളിൻ്റെ കമ്പനി അവർ കറക്റ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്, ആപ്പിൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരു ചാൻസും ഇല്ല, അവർക്ക് ഇത് സപ്പോർട്ട് ചെയ്യില്ല, അവരെ ഫോണിൽ ഇത്തരത്തിലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് അവർ ഇൻസ്റ്റാൾ ചെയ്യാൻ സമ്മതിക്കില്ല എന്നും കൂടെ പറഞ്ഞു. ആപ്പിൾ ചൈനയിൽ നിന്നൊക്കെ ഒരുപാട് ഷിഫ്റ്റ് ചെയ്ത് ഇന്ത്യയിലോട്ട് വരാൻ വേണ്ടി നിൽക്കുന്നതും ഇന്ത്യയിൽ ഓൾറെഡി അവരുടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കമ്പനി ഇങ്ങനെ വന്ന് പറഞ്ഞു. പ്രതിപക്ഷം ഇതിനെല്ലാം എതിരെ സംസാരിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ ആയിരിക്കണം പെട്ടെന്ന് നമ്മുടെ മന്ത്രി വന്നിട്ട് ഇങ്ങനെ അത്തരത്തിലുള്ള ഒരു ആ നോട്ടിഫിക്കേഷനിൽ ഏഴാം പോയിന്റുകളൊക്കെ ഞങ്ങൾ മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അതൊന്നും ഇല്ലട്ടോ എന്ന് പറഞ്ഞത്. സത്യത്തിൽ ഇവരിവിടെ കാണിക്കുന്നത് എന്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം, അതായത് ഗവൺമെന്റിന് കംപ്ലീറ്റ് കൺട്രോൾ വേണം. നീയൊക്കെ തിന്നാലും തൂറിയാൽ വരെ തീട്ടത്തിൻ്റെ അളവ് വരെ ഗവൺമെന്റിന് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ പല പരിപാടികളും നമ്മുടെ ഈ കമ്പനി ചെയ്തുകൊണ്ടിരിക്കും. പണ്ട് രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളുടെയും ഫോണിൽ പെഗാസസ് വരെ കയറ്റി അല്ലെങ്കിൽ ചോർത്തി നടത്തിയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അതായത് ഒരു അപ്കമ്മിങ് ഉത്തര കൊറിയയിലോട്ടാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മോദി ദൈവത്തിൻ്റെ അണ്ടറിൽ ഭരിക്കുന്ന ഒരു ഉത്തര കൊറിയ പോലത്തെ ഒരു രാജ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശം. നമുക്കൊന്ന് നിൽക്കാനും തിരിയാനും, നീയൊക്കെ എന്ത് പറഞ്ഞാലും ദൈവം പറയുന്നത് എന്തോ നമ്മുടെ ബയോളജിക്കൽ ദൈവം പറഞ്ഞതിൻ്റെ അപ്പുറത്തോട്ട് നീയൊന്നും ഇല്ല എന്നാണ് അർത്ഥം. അത് നീ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും കണക്കാം. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇന്നലെയാണ് 1400 കൊല്ലം പഴക്കമുള്ള ഒരു അമ്പലമായിട്ട് പൊളിച്ചു. എന്താ RSSന്റെ കാര്യാലയത്തിന് പാർക്കിംഗ് ഇല്ല. 1400 കൊല്ലത്തിൻ്റെ അമ്പലവും പൈതൃകവും അതല്ലെങ്കിൽ ഭക്തിയൊന്നും നമുക്ക് നോക്കണ്ട. RSS അല്ലേ, അതായത് ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് പള്ളിപ്പറമ്പിൽ വരെ ഇതുണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരാണ്, അമ്പലം വരെ ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരാകുമ്പം ഒരു അമ്പലം 1-2 അമ്പലമൊക്കെ പൊളിച്ചുകൊണ്ട് വലിയ വിഷയമില്ല എന്ന് നമ്മൾ കണ്ടു. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും ഒന്നുമില്ല. ഞങ്ങളുടെ ഭരണം അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഭരണങ്ങളും ഭരണ പരിഷ്കാരങ്ങളും ഞങ്ങളിവിടെ കൊണ്ടുവരും, അതിനൊക്കെ നീ എന്ത് പറഞ്ഞിട്ടും കാര്യം ഞങ്ങൾ ചെയ്യും എന്നുള്ള അവസ്ഥയിലോട്ടാണ് ഇന്ത്യ പോകുന്നത്. കുറച്ചുകൂടെ ഉണ്ടാവുകയുള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ മൂഞ്ചി തെറ്റി കൂപ്പുകുത്തി താഴത്ത് വീഴുന്നത് ഓരോ ഇന്ത്യക്കാരനും കാണാം. അന്ന് ഈ ഭാരതാംബനി അല്ലെങ്കിൽ ഭാരത മാതാവിൻ്റെയും ഒക്കെ കയ്യിൽ കാവിക്കൊടിയൊക്കെ ഏന്തിയവന്മാർ സാധാരണ ഇന്ത്യയുടെ കൊടി പിടിച്ച് പുറത്തോട്ട് വരും. അതുവരെ വെയിറ്റ് ചെയ്താൽ മതി നിങ്ങളൊക്കെ. ഇതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി ഇതിലെ കുറച്ച് കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ, പ്രതിപക്ഷം പ്രധാനമായിട്ട് ഇതിനെതിരെ സംസാരിച്ച ചില കാര്യങ്ങളുണ്ട്. അതായത് പ്രതിപക്ഷം ഈ ഉത്തരവിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം ഭയങ്കരമായിട്ട് പ്രതിഷേധിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു വീഡിയോ കണ്ടു, ഞാൻ എൻ്റെ കുറച്ച് പോർഷൻസ് വെച്ചിരാം. It's a snooping app, so you know what it is then. You said snooping app, so it is a snooping app. I mean, clearly, it's ridiculous. Now, where else do they want to, I mean, citizens have their right to privacy. Even all of you must be having a right to privacy to send your own messages to family, friends, without the government looking at everything. It's not just one thing. It's not just snooping on the telephones. It's overall. They are turning this country into a dictatorship in every form. You ask me every day why Parliament is not functioning. It's not functioning because they're refusing to talk about anything. So it's very easy to blame the opposition, but the fact is they are not allowing any discussion on anything. And that is not democracy. A healthy democracy demands discussion and everybody has different views. You hear them out. प्रियंका जी, आपकी पार्टी ने क्या मांग करेगी? संचार साथी ऐप को वापस लिया जाए? करना तो चाहिए. अभी मैंने सबसे बात नहीं की है, तो आज शायद वो चर्चा करके अपना डिसीजन लेंगे कि हमारा क्या स्टैंड है. लेकिन but that's a very fine line, no? It's a very fine line between fraud is easy to report and we can see everything that every citizen of India is doing on their phone. So that's not how it. ശക്തമായി പ്രതികരിച്ചിട്ടുള്ള ഒരാളാണ് പ്രിയങ്ക ഗാന്ധി. അതുപോലെ ജോൺ ബ്രിട്ടാസും മറ്റ് പല മന്ത്രിമാരും, ഈവൻ ശശി തരൂരും എന്നെ പറഞ്ഞു, ഇതിൽ എന്താണ് ഗവൺമെന്റ് ഒരു ഡെമോക്രാറ്റിക് രാജ്യത്ത് ചുമ്മാ ഒരു നിയമം കൊണ്ടുവരികയാണോ, അല്ലെങ്കിൽ അത് വ്യക്തമായിട്ട് പുള്ളി വരെ ചോദിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഈ പെഗാസസ് പോലെ മറ്റേ സൈബർ വൈറസ് ഉപയോഗിച്ച് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ അതുപോലെ തന്നെ എല്ലാ പ്രതിപക്ഷ നേതാക്കളുടെയും ഫോൺ വരെ ട്രാക്ക് ചെയ്ത് അല്ലെങ്കിൽ ഹാക്ക് ചെയ്ത് തേർഡ് റേറ്റ്
ഗവൺമെൻറ്റാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവരുടെ കയ്യിൽ നിന്ന് ഇതിനേക്കാൾ വലിയ ജനങ്ങൾക്ക് ഉപയോഗമുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇങ്ങനത്തെ വല്ല പരിപാടികളും അമ്പലം പൊക്കലും മറ്റേ എന്താ പറയുക കൊടി പൊക്കലും ഒക്കെ ഇവരെ കയ്യിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അതിൻ്റെ അപ്പുറത്തോട്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്ത് കാണിക്കാൻ ഇവർക്ക് അറിയുള്ളൂ. അതാണ് നമ്മളെ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ആപ്പ് നിർബന്ധമല്ല എന്ന് പെട്ടെന്ന് ചാടിക്കേറി ഇപ്പം മന്ത്രി ഒന്ന് പറയാനുള്ള കാരണം ഇതിനെതിരെ ആൾക്കാർ എത്രത്തോളം സംസാരിച്ചിട്ടുണ്ടെന്ന് അറിയാം. അപ്പം ഒരു ചൂടുവെള്ളത്തിൻ്റെ ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ചൂടുണ്ടോയെന്ന് അറിയിക്കും. ആ ചൂടുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം പിന്നെ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇട്ട് തുടങ്ങും. അതാണ് നമ്മുടെ നാട്ടിലെ ഓരോ ആൾക്കാർ എതിർക്കുന്ന നിയമങ്ങളും കൊണ്ടുവരുന്ന അങ്ങനെ ആയിരിക്കും. അത് CA ആയിക്കോട്ടെ, നിങ്ങൾ ഏത് നിയമങ്ങളൊന്നും എടുത്തു നോക്കിയോ ഭയങ്കരമായിട്ട് കൊണ്ടുവരും, പിന്നെ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ വ്യവസ്ഥയിലോട്ട് ഇത്തരത്തിലുള്ള നിയമങ്ങൾ എഴുതി ചേർക്കും. ഇതാണ് നമ്മുടെ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇനി നമ്മൾ ഇതിൻ്റെ പെർമിഷൻസ് കൊടുക്കാന്നല്ല, പെർമിഷൻസ് അവർ എടുക്കുകയാണ്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പെർമിഷൻസോ അല്ലെങ്കിൽ പ്രൈവസിയോ ഒന്നുമല്ല, പെർമിഷൻസ് അവർ എടുക്കുകയാണ്. അപ്പം ഇത് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക? ഞാൻ പറഞ്ഞു, നമ്മുടെ ഫോൺ കോളും SMS-ഉം നമ്മുടെ എന്താ പറയുക കോൺടാക്ട് ലിസ്റ്റും എല്ലാം അവർക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ വ്യക്തിബന്ധങ്ങൾ, നമ്മളൊരാളുമായിട്ട് പേഴ്സണൽ ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വകാര്യത വരെ അവർക്ക് എടുക്കാൻ പറ്റും. രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, ഇപ്പം എനിക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട്, എനിക്ക് എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ വീഡിയോ ഇട്ടാൽ വരെ ആ വീഡിയോയിൽ വരെ ആക്സസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എൻ്റെ ആപ്ലിക്കേഷൻ ആ വീഡിയോക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും ഗവൺമെൻറ്റിന് ഈ ആപ്ലിക്കേഷൻ വഴി എന്നുള്ളതാണ് അതിലേറ്റവും വലിയ മറ്റൊരു കാര്യം. പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ പ്രതിപക്ഷം ഗവൺമെൻറ് കൊണ്ടുവന്ന ഇത്തരം കാര്യങ്ങൾക്കെതിരെ സംസാരിക്കാനുള്ള മെയിനായിട്ടുള്ളൊരു കാരണം, ഇപ്പം ഈ ഒരു വാർത്ത നമ്മൾ പുറത്തോട്ട് കണ്ടതുപോലും ഈ പറഞ്ഞ എന്താ പറയുക ഈ ടെലികോം കമ്പനികളാണ് പുറത്തോട്ട് വിട്ടത്. അവർക്ക് നോട്ടിഫിക്കേഷൻ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയപ്പം, അതായത് നിർബന്ധമായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ കിട്ടിയപ്പോൾ അവരാണ് പുറത്തോട്ട് കൊണ്ടുവന്നത്. ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് പ്രതിപക്ഷം അറിയുന്നില്ല, രാജ്യത്തെ ആളുകൾ അറിയുന്നില്ല, ആരും അറിയുന്നില്ല, ഗവൺമെൻറ് തോന്നിയ പോലെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിനെതിരെ ഇവർ സംസാരിച്ചത് കൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പം അറിഞ്ഞത്. ഇപ്പം ആപ്പിൾ പോലത്തെ കമ്പനി വ്യക്തമായിട്ട് പറഞ്ഞു അവരുടെ iOS സിസ്റ്റത്തിൽ ഇത് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മളെന്തോ ആപ്പിൾ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്ന് മോദി എന്നും പറഞ്ഞിട്ട് ഇവിടെ തുള്ളി കളിക്കുന്ന, അല്ലെങ്കിൽ ആപ്പിൾ ഓറഞ്ച് ഫോൺ ഇറക്കിയപ്പം അത് മോദിയുടെ കഴിവാണെന്നും പറഞ്ഞ് തുള്ളി കളിച്ച വേട്ടാവളിയന്മാരുള്ള നാടാണ് നമ്മുടെ നാട്. അതുകൊണ്ടൊക്കെ തന്നെ ഇത്ര ആപ്പിൾ പോലും ഇങ്ങനെ എടുത്ത് തിരിച്ച് പറഞ്ഞ സമയത്ത് തിരിച്ച് ചിന്തിച്ചിട്ടില്ലേ പണി കിട്ടുമെന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടായിരിക്കാം ഇതൊന്നും പുറത്തോട്ട് പറയേണ്ട. അവസാനം ഞങ്ങൾ ഈ പറഞ്ഞ ഡിലീറ്റ് ചെയ്യാട്ടോ നിങ്ങൾക്ക് ഓപ്ഷൻ വെച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ മന്ത്രി വന്ന് നമ്മുടെയൊക്കെ മുമ്പിലോട്ട് പറയേണ്ടി വന്നത് അല്ലേ. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ രാജ്യം പോകുന്നത്, ഒരു രക്ഷയില്ല. നമ്മൾ എന്താ പറയുക, നമ്മൾ എവിടെ നിങ്ങൾ എന്ത് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഈ ചെറ്റ നിയമങ്ങളും ചെറ്റത്തരും കാണിച്ചിട്ട് ആൾക്കാരെ പറ്റിച്ച് ഭരിക്കുക എന്നുള്ള ഒറ്റ ചിന്തയോടുകൂടി ബയോളജിക്കൽ ദൈവത്തിൻ്റെ കമ്പനി ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകുന്നുണ്ട്. ദൈവം വരെ എത്തുന്ന പടച്ച നമ്പുരാനും കൂടെ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിൻ്റെ ഒക്കെ ജഡ്ഡിക്ക് അകത്ത് പോലും ക്യാമറ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്യാമറ വെക്കണം എന്നുള്ള നിയമം കൊണ്ടുവന്നാൽ അത് ഓംബ്ര എന്നും പറഞ്ഞിട്ട് അനുസരിക്കേണ്ട അവസ്ഥയെ നമുക്കൊക്കെ വരാൻ പോകുന്നത് ഭാവിയിലോട്ട്. നമ്മൾ ഉത്തര കൊറിയനെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള രാജ്യങ്ങളെ കുറ്റം പറയും. ഇപ്പോൾ ചൈനയിൽ വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഇതില്ല എന്ന് പറയും. അത് ശരിയാണ്, അവിടെ നിന്ന് അതില്ലെങ്കിലും അവർക്ക് പ്രൈവറ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള, ഇൻസൈഡ് ദ കൺട്രി അവർക്ക് പ്രൈവറ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള എത്രയോ ആപ്ലിക്കേഷൻസ് അവർക്കുണ്ട്. അവിടെ കയറിയിട്ട് ഗവൺമെൻറ് തലയിടാൻ പോകുന്നില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ A to Z കാര്യത്തിലോട്ടാണ് ഗവൺമെൻറ് തലയിടാൻ പോകുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയുടെ ഫോണിലൊക്കെ പെഗാസസ് കയറ്റി വൈറസ് കയറ്റിയിട്ട് ചോർത്തിയ രാജ്യമാണ് നമ്മുടേത്. അപ്പം ഇതിനേക്കാൾ വലിയ മെച്ചമൊന്നും ഈ പറഞ്ഞ തീട്ടങ്ങളുടെ തലേന്ന് വരും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വെറുതെ പ്രതീക്ഷ, അതൊന്നും വരാൻ പോകുന്നില്ല. നീയൊക്കെ ഒരു സമയത്ത് ഇപ്പോൾ നിനക്കൊന്ന് പേഴ്സണലി നിൻ്റെ വൈഫിനോട് അല്ലെ വിദേശത്ത് നിൽക്കുകയാണ് നീ, അല്ലെങ്കിൽ നിനക്ക് നിൻ്റെ വൈഫിനോടൊന്ന് ചാറ്റ് ചെയ്യണം, പേഴ്സണൽ ചാറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പേഴ്സണലി സംസാരിക്കണം തോന്നിയാൽ പോലും അതുവരെ ചോർത്താൻ ഈ പറഞ്ഞ വേട്ടാവളിയന്മാരെ കൊണ്ട് അല്ലെങ്കിൽ പറ്റുമെന്നുള്ളൊരു അവസ്ഥയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഇനി ഇത് കണ്ടിട്ട് ഈ ഫോണും ഇല്ല, ഒരു കൂപ്പും ഇല്ല, ഒരു കുന്തും ഇല്ലാണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട, അതായത് പട്ടിണി പാവങ്ങളായ സംഘികൾ ഇതിൻ്റെയൊക്കെ താഴത്ത് വന്ന് കമൻറ്റ് ഇടിക്കുക. അതിന് എന്താ കുഴപ്പം, ചെയ്യട്ടെ, അതാക്കട്ടെ. ഇവന്മാർക്ക് ഇതൊന്നും അറിയില്ല, ഇതിൻ്റെ യൂസ് എന്താണെന്ന് അറിയില്ല. നമ്മുടെ ഫോണിൽ കൂടെ നമ്മൾ ചെയ്യുന്ന വേറെ ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളും ഉണ്ട് എന്നൊന്നും അറിയാത്തവന്മാർക്ക്, അല്ലെങ്കിൽ വാട്സപ്പ് വെബ് യൂസ് ചെയ്തിട്ട് ഫുൾ ടൈം പല കമ്പനികളും വർക്ക് ചെയ്യുന്നത് വരെ വെബ് വാട്സപ്പിൻ്റെ മെസ്സേജ് ത്രൂ ആണ്, അല്ലെങ്കിൽ അങ്ങനത്തെ പല കാര്യങ്ങളും ബാക്ക് എൻഡിൽ നടക്കുന്നുണ്ടെന്നൊന്നും അറിയാത്ത ഈ പട്ടിണി പാവങ്ങളായിട്ടുള്ള ചങ്കി കുഞ്ഞുങ്ങൾ ഈ പറഞ്ഞ വീഡിയോൻ്റെ താഴത്തും ഈ പറഞ്ഞ സകല ന്യൂസിൻ്റെ വീഡിയോൻ്റെ താഴത്തും വന്നിട്ട് കുരച്ചുകൊണ്ടിരിക്കും. കുരയ്ക്ക് തന്നെ ഉണ്ടാവുകയുള്ളൂ. ഈ ചങ്കികൾക്ക് അറിയില്ല രാജ്യത്ത് എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്. ഇതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെയൊക്കെ പ്രൈവസിയിൽ ഗവൺമെൻറ് കൈ കടത്തുന്ന അറിയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതൊക്കെ യൂസ് ചെയ്തെങ്കിലും പരിചയം വേണ്ടേ. അതില്ലാത്തവന്മാരോടൊക്കെ നമ്മൾ പിന്നെ എന്ത് പറഞ്ഞിട്ട കാര്യം.
അപ്പൊ ഈ സർക്കാരിന് ഡാറ്റ പ്രൈവസി എന്നുള്ളത് അവിടെ നമ്മൾ വിട്ടു. ഇനിയിപ്പോൾ സർക്കാരിന് ഇവിടുത്തെ ഫ്രോഡ് അല്ലെങ്കിൽ സ്കാമും കാര്യങ്ങളും പിടിക്കാൻ പറ്റുന്നില്ല, ഫോണ് പോയാൽ പോലീസിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് വേറെ വല്ല വഴി നോക്കുക എന്നല്ലാണ്ട് ഇമ്മാതിരി ആൾക്കാരുടെ പ്രൈവസിയിൽ കയറുന്നത് മറ്റൊന്നിനുമല്ല. രാജ്യത്ത് ഗവൺമെന്റ് പറയുന്നത് കേട്ടാൽ മതി ആളുകൾ പുറത്തോട്ട്, അവർ പറയുന്നത് ചെയ്താൽ മതി, അതിനെതിരെ ആരും സംസാരിക്കരുത്. സംസാരിച്ചവൻ്റെ ഫോൺ ത്രൂ അല്ലെങ്കിൽ അവൻ ഏതൊക്കെ രീതിയിലാണോ അവൻ കാര്യങ്ങൾ ആൾക്കാരുടെ ഇടയിലൂടെ എത്തിക്കാൻ നോക്കണം അതെല്ലാം പിടിച്ചു കെട്ടണം. അങ്ങനെ പിടിച്ചു കെട്ടിയിട്ട് ഈ രാജ്യം ഏകാധിപത്യം അല്ലെങ്കിൽ ഈ എന്താ പറയുക, നമ്മുടെ ഉത്തര കൊറിയ എന്നല്ല, അതിനേക്കാൾ വലിയ ഒരു സ്വേച്ഛാധിപതിയായിട്ട് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബയോളജിക്കൽ ദൈവത്തിൻ്റെ ജി കമ്പനിയും കൂടെ രാജ്യം പൂട്ടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാത്തിലും എവിടെ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ഒരു മെച്ചത്തിലല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഫോറിൻ പോളിസീസ് എടുത്തു കഴിഞ്ഞാൽ മൊത്തം അൽക്കുലത്തായിട്ട് കിടക്കുകയാണ്. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ടൂറ് പോകുന്നല്ലാണ്ട് ഇനി ഇയാൾ ഇങ്ങോട്ട് വരരുതേ, കാല് പിടിക്കുക, ഇങ്ങോട്ട് ആപ്ലിക്കേഷൻ തന്ന് വരരുതേ എന്ന് മറ്റ് രാജ്യങ്ങൾ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ. അത് മാത്രമല്ലാണ്ട് ഇനിയിപ്പം താരിഫിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലോ അവസാനം നമ്മൾ വിറപ്പിച്ചു എന്ന് പറഞ്ഞ് പിടുങ്ങാമണി വിറച്ച് ഇപ്പം നമ്മൾ അമേരിക്ക പറഞ്ഞ പോലെ കേൾക്ക എന്ന് നമ്മൾ തീരുമാനിച്ചു. നിങ്ങൾ എന്ത് വേണമെങ്കിലും എടുത്തോ, നിങ്ങൾ വിദേശ പോളിസീസ് എടുത്തോ, നമ്മുടെ കറൻസിൻ്റെ അവസ്ഥ ഞാൻ പറയണ്ടല്ലോ, എല്ലാവരും കണ്ടല്ലോ ന്യൂസുകൾ, കറൻസിയുടെ അവസ്ഥ എടുത്തോ, ജി ഡി പി എന്നുള്ളൊരു ഫേക്ക് ആയിട്ടുള്ളൊരു സാധനം നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിച്ചിട്ട് കുറേ പട്ടികളായിട്ടുള്ള സംഖ്യകൾ അത് കടിച്ച് അത് തിന്ന് അത് ഉമ്പി ജീവിക്കുന്ന ഒരു അവസ്ഥ. അതിൻ്റെ അപ്പുറത്തോട്ട് എന്താണ് രാജ്യത്ത് നടക്കുന്നത് എന്നുള്ളത് യഥാർത്ഥ ആൾക്കാർ പറഞ്ഞു തന്നാലും സമ്മതിച്ചു തരാത്ത പട്ടിണി സംഖ്യകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സംഖ്യയൊക്കെ അറിയാത്ത കാര്യങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത്. ഈ സംഖ്യകളെ പറ്റിച്ചിട്ടാണ് ഈ രാജ്യം നമ്മുടെ കേന്ദ്ര സർക്കാർ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആർട്ടിക്കിൾ 21 മറ്റതും മറിച്ചതും നമ്മുടെ പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഭരണത്തിൽ എഴുതി, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളൂ. അതല്ലാണ്ട് ഒരു മൗലിക അവകാശങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സാധിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ സാധിക്കുന്നില്ല എന്നുള്ളത് ഈ സ്വന്തം ഒരു ജനാധിപത്യ രാജ്യത്തെ പൗരനായിട്ടുള്ള എത്ര സംഖ്യവാളങ്ങൾക്ക് അറിയാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ പറഞ്ഞ സത്യമല്ലേ? നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ ഇത് കഷ്ടം.